നമസ്കാരം. വനമാലിയിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീകൃഷ്ണ അർജുന സംവാദമായ ശ്രീമദ് ഭഗവത്ഗീതയിലെ കർമ്മയോഗം എന്ന 3-ാമത്തെ അധ്യായത്തിലെ 41 ശ്ലോകങ്ങളാണ് നമ്മൾ ഇതുവരെ വായിച്ച് അർത്ഥം പറഞ്ഞത്. ഇന്ന് നമുക്ക് ഈ 3-ാമത്തെ അധ്യായത്തിലെ അവസാനത്തെ 2 ശ്ലോകങ്ങൾ കൂടി വായിച്ച് അർത്ഥം നോക്കാം. ഇന്ദ്രിയാണി പരാണ്യാഹു ഇന്ദ്രിയേഭ്യഃ പരം മനസസ്തു പരാ ബുദ്ധി യോ ബുദ്ധേ പരതസ്തു സ. ഒന്നുകൂടി വായിക്കാം. ഇന്ദ്രിയാണി പരാണ്യാഹു ഇന്ദ്രിയേഭ്യഃ പരം മനസസ്തു പരാ ബുദ്ധി യോ ബുദ്ധേ പരതസ്തു സ. ഇന്ദ്രിയാണി പരാണി, പ്രപഞ്ചത്തിലെ മറ്റു വിഷയങ്ങളെക്കാൾ ഇന്ദ്രിയങ്ങളും, ഇന്ദ്രിയേഭ്യ പരം ഇന്ദ്രിയങ്ങളെക്കാൾ മനസ്സും, മനസഃ തു പരാബുദ്ധി, മനസ്സിനേക്കാൾ ബുദ്ധിയും ശ്രേഷ്ഠമാണ് എന്ന് പറയുന്നു. യഹ് തു ബുദ്ധേ പരത സ ആത്മാ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഏതൊന്നാണോ ബുദ്ധിക്കും മുകളിൽ വർത്തിക്കുന്നത് അവനാണ് ആത്മാവ്. അതായത് പ്രപഞ്ചത്തിലെ വിഷയങ്ങളെക്കാൾ എത്രയോ വലുതാണ് ഇന്ദ്രിയങ്ങൾ. വലുത് എന്ന് വെച്ചാൽ വലുപ്പല്ലാട്ടോ, മാഹാത്മ്യമേറിയത് എന്നാണ് ഉദ്ദേശിച്ചത്. ഈ പഞ്ചഭൂതാത്മകമായിട്ടുള്ള പ്രപഞ്ചം മുഴുവൻ ഈ പഞ്ചേന്ദ്രിയങ്ങൾ ഒതുക്കാൻ സാധിക്കും. അങ്ങനെയല്ലേ നമ്മുടെ ഈ ശബ്ദപ്രപഞ്ചം എന്നുള്ളത് നമ്മുടെ ചെവിയിലും, രൂപം പ്രപഞ്ചം എന്നുള്ളത് നമ്മുടെ കണ്ണിലും, രസപ്രപഞ്ചം എന്നുള്ളത് നാവിലും, ഗന്ധപ്രപഞ്ചം എന്നുള്ളത് നമ്മുടെ മൂക്കിലും, സ്പർശം എന്നുള്ളത് അല്ലെങ്കിൽ സ്പർശപ്രപഞ്ചം എന്നുള്ളത് ത്വക്കിലും ആണ്. അതുകൊണ്ടാണല്ലോ ഈ ബാഹ്യ വിഷയങ്ങളൊക്കെ ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ അനുഭവിക്കുന്നത്. ഇപ്പൊ ഇന്ദ്രിയങ്ങളില്ല എന്ന് വെച്ചാൽ നമുക്ക് ഇതൊന്നും അനുഭവപ്പെടുകയില്ല. അതുകൊണ്ടാണ് ഈ മറ്റുള്ള ബാഹ്യ വിഷയങ്ങളെക്കാൾ ഇന്ദ്രിയങ്ങളാണ് ശ്രേഷ്ഠം എന്ന് പറയുന്നത്. ഈ ഇന്ദ്രിയാനുഭവങ്ങൾക്ക് കാരണമാകുന്നത് മനസ്സാണ്. ഇവിടെ ഈ പഞ്ചേന്ദ്രിയങ്ങളെ അടക്കി നിർത്താൻ മനസ്സിനെ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് മനസ്സ് എന്ന് പറയുകയാണ്. മനസ്സ് ഇത് അനുഭവിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ബുദ്ധി ഉണ്ടായിരിക്കണം. അപ്പോൾ മനസ്സിൻ്റെ അനുഭവത്തിന് കാരണമായി വർത്തിക്കുന്ന ബുദ്ധി മനസ്സിനേക്കാൾ ശ്രേഷ്ഠമാണ് എന്നായി. ബുദ്ധിയുടെ കാരണം ബോധം, അതായത് ആത്മബോധമാണ്. അപ്പോൾ ബുദ്ധിക്ക് കാരണമായിട്ട് വർത്തിക്കുന്ന ആ ബോധം, ആത്മബോധമാണ് ബുദ്ധിയേക്കാൾ ശ്രേഷ്ഠം എന്നായി. അതുകൊണ്ട് ആരാണോ ബുദ്ധിക്കും പരമായി നിൽക്കുന്നത് അവനാണ് ആത്മാവ് എന്ന് അറിയപ്പെടുന്നത് എന്നാണ് പറയുന്നത്. ഇനി അടുത്ത ശ്ലോകം നോക്കാം. ഏവം ബുദ്ധേ പരം ബുദ്ധ്വാ സംസ്തഭ്യാത്മാനമാത്മനാ ജഹി ശത്രും മഹാബാഹോ കാമരൂപം ദുരാസദം. ഏവം ബുദ്ധേ പരം ബുദ്ധ്വാ സംസ്തഭ്യാത്മാനമാത്മനാ ജഹി ശത്രും മഹാബാഹോ കാമരൂപം ദുരാസദം. മഹാബാഹോ അല്ലയോ, മഹാബാഹോ അല്ലയോ അർജുന. ഏവം ബുദ്ധേഹ പരം ബുദ്ധ്വാ, ഏവം എന്ന് വെച്ചാൽ ഇങ്ങനെ, ഇപ്രകാരം, ബുദ്ധിയേക്കാൾ ശ്രേഷ്ഠമാണ് ആത്മാവ് എന്നറിഞ്ഞിട്ട്, ആത്മനാ ആത്മാനം സംസ്തഭ്യ, ആ ആത്മജ്ഞാനം കൊണ്ട് ആ ബുദ്ധിയെയും മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച്, ദുരാസദം കാമരൂപം ശത്രും ജഹി, ദുർജയനും കാമരൂപിയുമായ ശത്രുവിനെ ഹനിച്ചാലും. എന്ന് വെച്ചാൽ ശരിക്കും ഈ കാമത്തിൻ്റെ അല്ലെങ്കിൽ ആഗ്രഹത്തിൻ്റെ ഉറവിടം എവിടെയാണ്? കർമ്മങ്ങളുടെയൊക്കെ ഉത്ഭവസ്ഥാനമായിട്ടുള്ള ഇന്ദ്രിയങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളെയാണ് നിയന്ത്രിക്കേണ്ടത് എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഇന്ദ്രിയങ്ങളെ
അധീനപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഈ കാമം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലോ ബുദ്ധിയിലോ പോയിട്ട് ഒളിഞ്ഞിരിക്കും. അതുകൊണ്ടാണ് ഇത് ദുരാസതം എന്ന് പറഞ്ഞത്. ഇത് നേരെ തിരിച്ചും പറയാം. ഈ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണമെങ്കിൽ മനസ്സ് നിയന്ത്രിക്കണമെങ്കിൽ ബുദ്ധിയും നിയന്ത്രിക്കണം. എന്നാൽ ആത്മജ്ഞാനം ഉണ്ടാകുമ്പോൾ, ആത്മജ്ഞാനം എന്ന് വെച്ചാൽ താനും ആത്മാവും ഒന്നാണ് എന്നുള്ള അറിവ് ഉണ്ടാകുമ്പോൾ വിഷയാഗ്രഹാകാരമായ ആ ശത്രുവിനെ ജയിക്കാൻ സാധിക്കും. അതാണ് കൃഷ്ണൻ ഇവിടെ പറയുന്നത്. അല്ലയോ മഹാബാഹുവായ അർജുന, ആ ആത്മജ്ഞാനം കൊണ്ട് കാമത്തിന്റെ ഇരിപ്പിടമായ ബുദ്ധിയെയും മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിരോധിച്ച് ദുർജയനായിട്ടുള്ള ഈ കാമരൂപിയായ ശത്രുവിനെ നീ ജയിച്ചാലും എന്ന്. ഈ 43-ാമത്തെ ശ്ലോകത്തോടുകൂടി കർമ്മയോഗം എന്ന് പറഞ്ഞ ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ഈ അധ്യായത്തിൽ ഭഗവാനും അർജുനനും തമ്മിൽ കർമ്മയോഗ നിയമങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്തിരിക്കുന്നത് എന്നതുകൊണ്ടാകാം ഇതിന് കർമ്മയോഗം എന്ന പേര് വന്നത്. ഇതി ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ കർമ്മയോഗോ നാമ തൃതീയോധ്യായ. ഇനി 4-ാമത്തെ അധ്യായം നമുക്ക് അടുത്ത ആഴ്ച വായിച്ചു തുടങ്ങാം. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ